ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പന്തു കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് വാക്യങ്ങൾ, പ്രയോഗങ്ങൾ. അതെന്താണെന്ന് നോക്കാം. ചില വാക്യങ്ങളിൽ ചില പദങ്ങൾ ചേർക്കുമ്പോൾ ആ വാക്യങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഭംഗി ലഭിക്കുന്നുണ്ട്. ഉദാഹരണം, കൊട്ടയിൽ വാരി. ഇതിൻ്റെ അർത്ഥം പരാജയപ്പെടുത്തി എന്നാണ്. കൊട്ടയിൽ വാരി ഇതിൻ്റെ അർത്ഥം പരാജയപ്പെടുത്തി എന്നാണ്. അടുത്തത് കലിതുള്ളി. ദേഷ്യപ്പെട്ടു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഉദാഹരണം, കേരളത്തിൽ കാലവർഷം കലിതുള്ളി എന്നൊക്കെ പറയുന്നത് പോലെ. അടുത്തത് പാഠപുസ്തക പ്രവർത്തനങ്ങളിൽ കഥ ഉറക്കെ വായിക്കാം. 4 or 5 ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി കഥ വായിച്ച് പൂർത്തിയാക്കുക. വായിക്കുമ്പോൾ ഉറക്കെ വായിക്കുമല്ലോ. അടുത്തത് രസകരമായ പ്രയോഗങ്ങൾ. മഞ്ഞേ, നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണമെന്ത്? അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. പിടിച്ചെടുക്കാവുന്ന 1-2 പന്തുകൾ മനഃപൂർവ്വം മഞ്ഞക്കിളി വിട്ടുകളഞ്ഞു. ഇങ്ങനെ ചെയ്തപ്പോൾ അവനെ പരിഹസിച്ചു കൊണ്ടാണ് പ്രകാശൻ ഇങ്ങനെ പറയുന്നത്. നേരെയുള്ള അർത്ഥമല്ല ഈ വാക്കിനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ വാക്യങ്ങൾ, പ്രയോഗങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള ഒരു അർത്ഥമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ എന്ന് ചോദിക്കുന്നത്. പിടിച്ചെടുക്കാവുന്ന 1-2 പന്തുകൾ മനഃപൂർവ്വം മഞ്ഞക്കിളി വിട്ടുകളഞ്ഞു. ഇങ്ങനെ ചെയ്തപ്പോൾ അവനെ പരിഹസിച്ചുകൊണ്ടാണ് പ്രകാശൻ ഇങ്ങനെ പറയുന്നത്. നേരെയുള്ള അർത്ഥമല്ല ഈ വാക്കിനുള്ളത്. ഉദാഹരണം, കൊട്ടയിൽ വാരി, കലിതുള്ളി എന്നിവ. അടുത്തത് മഞ്ഞക്കിളിയുടെ ഡയറി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറിക്കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. ഇതാണ് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ്, ഇയർ, വർഷം എഴുതുക. 2024 ഏപ്രിൽ 15 ഉദാഹരണത്തിന് കൊടുത്തിരിക്കുന്നതാണ്. സമയം രാത്രി 10 മണി. മഞ്ഞക്കിളിയുടെ ഡയറി ഇങ്ങനെയാണ്. കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ചൂട് അല്പം കുറഞ്ഞ സമയമായിരുന്നു. തലേ ദിവസം ഒരു ചെറിയ മഴ പെയ്തിരുന്നതുകൊണ്ട് പൊടിയെല്ലാം കുറച്ചൊക്കെ ഇല്ലാതായെന്ന് പറയാം. ഞങ്ങൾ പന്ത് കളിക്കാൻ ഒരുക്കങ്ങൾ കൂട്ടി. 5 പേർ വീതം 2 ടീമിലും. പ്രകാശൻ പന്ത് കിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സുമംഗല ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ഓടി വരുന്നത് കണ്ടത്. ഓടി വരുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നത് കേട്ടു, നിൽക്ക്, എന്നെയും കൂടി കളിക്ക് കൂട്ട്. അവൾ അടുത്തെത്തിയപ്പോൾ പ്രകാശൻ പറഞ്ഞു, നീ വീട്ടിൽ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. ഇത് കേട്ടപ്പോൾ അവൾ വളരെ വിഷമിച്ചു. ഞാൻ ഈ വിവരം അമ്മയോട് പറഞ്ഞു. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ഒരു പത്രപ്രവർത്തകയായി മാറിയതെങ്ങനെയാണെന്നും അതിൽ അച്ഛൻ്റെ പിന്തുണ എത്ര വലുതായിരുന്നുവെന്നും എനിക്ക് മനസ്സിലായി. പ്രകാശൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഇതാണ് മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറി. അടുത്തത് സ്കൂൾ കായികോത്സവത്തിനെ കുറിച്ച് നോട്ടീസ് തയ്യാറാക്കുക, അഥവാ പോസ്റ്റർ തയ്യാറാക്കുക എന്നെല്ലാമുള്ള ചോദ്യമാണ്. അതിൻ്റെ മാതൃക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോട്ടീസ് തയ്യാറാക്കുന്ന മാതൃക. ആദ്യം തന്നെ നോട്ടീസിൻ്റെ വലത്തേ സൈഡിൽ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്ങാടിക്കൽ ചെങ്ങന്നൂർ എന്നാണ്. അതിനുശേഷം എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നത് എഴുതുക. മാന്യരെ, അങ്ങാടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കായിക ദിനം നവംബർ മാസം 5-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. മാതാപിതാക്കളെയും നല്ലവരായ നാട്ടുകാരെയും സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സാദരം ക്ഷണിക്കുന്നു എന്ന് KS വിദ്യാധരൻ ഹെഡ് മാസ്റ്റർ, S പ്രതിഭ സ്കൂൾ ലീഡർ, N അനീഷ് ക്ലാസ് ലീഡർ, PK റഹീം PTA പ്രസിഡൻറ്റ്. ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത്. അതിന് താഴത്ത് കാര്യപരിപാടി, ഈശ്വര പ്രാർത്ഥന, സ്കൂൾ ഗായക സംഘം, പതാക ഉയർത്തൽ, KS സോമൻ വാർഡ് മെമ്പർ, സ്വാഗതം N അനീഷ് ക്ലാസ് ലീഡർ, അധ്യക്ഷ പ്രസംഗം KS വിദ്യാധരൻ ഹെഡ് മാസ്റ്റർ, സമ്മാന വിതരണം ശ്രീമതി എൽസമ്മ മാത്യു പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഈ ഒരു മാതൃകയിലാണ് നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഇതിൽ സ്കൂളിൻ്റെ പേരുകൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരുകളൊക്കെ ചേർക്കാം. ഇതൊരു സാമ്പിൾ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരുകളൊക്കെ ചേർത്ത് നല്ലൊരു നോട്ടീസ് തയ്യാറാക്കാം.
അടുത്തത് പോസ്റ്റർ നിർമ്മിക്കാം എന്നതാണ്. പോസ്റ്റർ നിർമ്മിക്കേണ്ടത് എങ്ങനെയെന്ന് അതിൻ്റെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്ങാടിക്കൽ ചെങ്ങന്നൂർ, കായിക ദിനം, സ്റ്റാൻഡേർഡ് 5, തീയതി നവംബർ 5, 2024, സമയം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ, സ്ഥലം സ്കൂൾ ഗ്രൗണ്ട്. ഇതേ മാതൃകയിലാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. അടുത്തത് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ദൃക്സാക്ഷി വിവരണമാണ്. ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ സത്യസന്ധമായ വിവരണമാണ് ദൃക്സാക്ഷി വിവരണം. സ്പോർട്സ് മത്സരങ്ങൾക്ക് ഒഴിക്കാനാവാത്ത ഇനമാണ് ദൃക്സാക്ഷി വിവരണം. വള്ളംകളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്ക്കറ്റ് ബോൾ, കബഡി തുടങ്ങി ഏത് മത്സരങ്ങളിലും കാണികളെ ആവേശം കൊള്ളിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. നമുക്ക് ഈ ദൃക്സാക്ഷി വിവരണത്തിൻ്റെ മാതൃക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങാടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വാശിയേറിയ ഓട്ടമത്സരം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ടത്തിനുള്ള കുട്ടികളെല്ലാം ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതാ വിസിൽ മുഴങ്ങുന്നു. അപ്പ് 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 അപ്പ്. പിൻനിരയിൽ നിന്നിരുന്ന വിവിൻ മുന്നിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നിലോടിയ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് അവൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. ഇതാ ഓടി ഓടി അവൻ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഇതേപോലുള്ള മാതൃകയിലാണ് നമുക്ക് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കേണ്ടത്. നമുക്ക് പാഠഭാഗത്തുള്ള ചോദ്യോത്തരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആ പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം: പ്രകാശൻ കലി തുള്ളാൻ കാരണമെന്ത്? പിടിക്കാവുന്ന പന്തുകൾ വിട്ട് കളഞ്ഞപ്പോഴാണ് പ്രകാശൻ കലി തുള്ളിയത്. അടുത്ത ചോദ്യം: അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം, ഇങ്ങനെ പ്രകാശൻ പറയാൻ കാരണമെന്ത്? പ്രകാശൻ അടിച്ചുവിട്ട പന്തുകൾ ഗോളാകാതിരിക്കാൻ മഞ്ഞക്കിളി കഠിന പരിശ്രമം നടത്തി, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം: സുമംഗലയുടെ അച്ഛൻ പന്തുകളിയിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ട്? ഉത്തരം: ഫുട്ബോൾ കളിയിൽ പരിക്ക് പറ്റിയത് കൊണ്ടാണ് അദ്ദേഹം പിന്മാറിയത്. അടുത്ത ചോദ്യം: ഫുട്ബോൾ കളിക്കാനെത്തിയ സുമംഗലയോട് പ്രകാശൻ പറഞ്ഞത് എന്താണ്? ഉത്തരം: പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് എന്നാണ് പ്രകാശൻ പറഞ്ഞത്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. ഇതാണ് പ്രകാശൻ സുമംഗലയോട് പറഞ്ഞത്. അടുത്ത ചോദ്യം: ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ലെന്ന് അമ്മ പറയാൻ കാരണമെന്ത്? ഉത്തരം: ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പഠന കാര്യങ്ങളിലോ ജോലിയുടെ കാര്യത്തിലോ യാതൊരു വേർതിരിവുമില്ല. പുരുഷന്മാർ ചെയ്യുന്ന പല ജോലികളും ഇന്ന് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അടുത്ത ചോദ്യം: പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി എന്തുകൊണ്ട്? പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം: സുമംഗല മൈതാനത്ത് വന്ന് അവളെ ഫുട്ബോൾ കളിക്ക് കൂട്ടാമോ എന്ന പഴയ ചോദ്യം വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായത്. സുമംഗല മൈതാനത്ത് വന്ന് അവളെ ഫുട്ബോൾ കളിയിൽ കൂട്ടാമോ എന്ന പഴയ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അപ്പോഴാണ് പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായത്. അടുത്ത ചോദ്യം: ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ്, പക്ഷെ എനിക്ക് അന്ന് അത്ര സന്തോഷം വന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. ഉത്തരം: അമ്മയുടെ ഉപദേശം മഞ്ഞക്കിളിയുടെ മനസ്സിലുണ്ട്. സുമംഗലയെ ഫുട്ബോൾ കളിയിൽ കൂട്ടാതിരിക്കുന്നത് തെറ്റാണെന്ന് അവന് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവന് സന്തോഷം ഇല്ലാതിരുന്നത്. ഇത്രയുമാണ് ആ പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങൾ. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് മറ്റൊരു പാഠഭാഗത്ത് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.